ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പോവാൻ എമ്പുരാൻ കാണാൻ പോകാം. അപ്പോൾ നമ്മളിവിടെ അമ്പാടി 10ാം ക്ലാസ് പരീക്ഷ ആദ്യ വിജയമായി എഴുതി. അമ്പാടി ഉണ്ട്, ഇങ്ങനെ ഒന്നും പഠിക്കാതെ. നിങ്ങൾക്ക് നമ്മളെ പരീക്ഷ നാളെ പരീക്ഷ ഉള്ള. സോ ഗൈസ്, എമ്പുരാൻ എങ്ങനെയുണ്ട് നമുക്ക് കണ്ടിട്ട് പറയാം. ലെറ്റ്സ് ഗോ. എങ്ങനെയുണ്ട്? സൂപ്പറാ? നീ കണ്ടില്ലല്ലോ, പറ. സബ്സ്ക്രൈബേഴ്സിനോട് പറയാം എമ്പുരാൻ എങ്ങനെയുണ്ടെന്ന് പറ. ഉറങ്ങിയോ? സോ ഗൈസ്, നമ്മൾ എമ്പുരാൻ കണ്ടിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എമ്പുരാനെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ചക്രേനെ തുടങ്ങാം. ചക്രയ്ക്ക് ആ പടത്തിൽ എന്താണ് ഇഷ്ടമായത്? ആ നടന്ന് മോഹൻലാൽ മൊത്തത്തിൽ പടം എങ്ങനെയുണ്ട്? പകുതി എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫിൽ എന്താ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് ഹാഫ് എന്താ ഒന്നുമില്ല. മൊത്തത്തിൽ പടം എങ്ങനെയാണ്? ബോറാണ്. അങ്ങനെ തീർത്ത് പറയാനായിട്ടില്ല. സംഭവം പോയി കാണണം എല്ലാവരും. കാരണം പടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആണ്. ലാസ്റ്റ് ചത്തോന്ന് പറയും, ചാവില്ല. കഥ പറയരുത്. കഥ അവര് പോയി കാണട്ടെ. നിങ്ങൾ കണ്ടിട്ട് ബാക്കി ഇതാക്കുക. എന്താണ് അമ്പാടിക്ക് എന്താ അങ്ങനത്തെ ഇഷ്ടപ്പെട്ടെ? ലാലേട്ടൻ കേറി വരുന്നൊക്കെ തന്നെ. ലാലേട്ടൻ കേറി വരുന്ന എമ്പുരാന് അതൊക്കെ ഇഷ്ടപ്പെട്ട. വേറെന്താ, കൊഴപ്പൊന്നുമില്ല. അമ്പാടിന്റെ അഭിപ്രായത്തിൽ കൊഴപ്പില്ല. ഫസ്റ്റ് ഹാഫ് ഒരുമാതിരി രസമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. വലിയ വിജയിച്ച പടം. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം ഫസ്റ്റ് ഹാഫ് അതിഗംഭീരം, സെക്കൻഡ് ഹാഫ് അതിന് ഗംഭീരം. അല്ല, ഫസ്റ്റ് ഹാഫ് എനിക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വായൊക്കെ പൊളിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് സുഖമായിട്ട് ഇറങ്ങി. സെക്കൻഡ് ഹാഫില് കുറച്ച് മാസം ഫോക്കസ് അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ കഥ പറയില്ലടാ. കഥ പറഞ്ഞാൽ അവർക്ക് കാണണ്ടേ. മൊത്തത്തിൽ പടം ഒരു ആവറേജ് ആണ്. എല്ലാരും ഹൈപ്പ് കൊടുത്ത പോലെ അത്ര ഗംഭീരമായിട്ടുള്ള എല്ലാരും പറയുന്നത് മോഹൻലാൽ കുറച്ച് കഥയൊന്നും. മോഹൻലാലെ കൂടുതലുള്ളു. അമ്പാടിനോട് കുറച്ച് പേര് പറഞ്ഞു മോഹൻലാൽ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ മോഹൻലാൽ അവിടെ ചെന്നപ്പോ അമ്പാടി ഫുള്ള് തെറിയത്. ഫുള്ള് മോഹൻലാൽ ആൾക്കാരെ പറ്റില്ല. തിരക്കുണ്ടെന്ന് മോഹൻലാല് കുറച്ചുണ്ടായത്. ഫുൾ ടൈം മോഹൻലാലായിരുന്നു. ഇടയ്ക്ക് വരും, കയറി വരും, ഇടയ്ക്ക് പോകും. പൃഥ്വിരാജായിരുന്നു കുറവ് സത്യം പറഞ്ഞു. പൃഥ്വിരാജിനാണ് ഡയലോഗും ഇല്ല, ഒന്നുമില്ല. അവർക്ക് പൃഥ്വിരാജിന് ചെറിയ ഡയലോഗ് ഉണ്ട്. കമോൺ ഹലോ ഹലോ പറയൂ. ലോൺ 3 അങ്ങനെ എന്താ സാധനം? വെടിവെക്കൂ, ഫയർ. അല്ല, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അടുത്ത എമ്പുരാൻ 3 അമ്പാടിനെ ഞാൻ നടന്നു. നീ എന്തിനാ നടന്നാണ്? വില്ലൻ ചത്തുപോയി. അമ്പാടിനെ എടുത്തു കഴിഞ്ഞാ അടുത്ത മറ്റേ പാമ്പുള്ള വില്ലൻ. അല്ല, അടുത്ത പടത്തിൽ അമ്പാടിനെ എടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്റെ അഭിപ്രായം എന്താ? എന്നെ സിനിമയിൽ എടുക്കണം എന്നാണ്. ചാർലി ചാപ്പിന്റെ പുതിയ പടം ഒന്നും ഇറങ്ങുന്നില്ല. അപ്പൊ അമ്പാടിക്ക് പറയാനുള്ളത് പടം ഇഷ്ടപ്പെട്ടു എന്നാണോ? പടം ഇഷ്ടപ്പെട്ടു എന്നല്ല, പടം കുഴപ്പമില്ലായിരുന്നു, വലിയൊരു കുഴപ്പമില്ലായിരുന്നു. എന്നാ പിന്നെ കുഴപ്പമാണ്, ആവറേജ്. പറഞ്ഞോ ചെറുതായിട്ട് എപ്പോഴും വാവളിച്ചോണ്ടിരിപ്പുണ്ട്. ഞാനല്ലേ ചക്കരക്ക പടം സ്റ്റണ്ട് ഇഷ്ടമായി. ഞാൻ എങ്ങനെയുണ്ട്? കൊക്കക്കോളയും മറ്റേ അത് ഇഷ്ടപ്പെട്ടു. കൊക്കക്കോള അല്ലത്, തീറ്റന്റെ പടത്തിന്റെ കാര്യം പറ. അടിയിടി വെടി പോകാം. അത് അമ്പാടിക്ക് എയർപ്ലെയിൻ ഇറങ്ങുന്ന എൻട്രി മാസായിരുന്നു. കൊലക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ. എൻട്രി പക്ക കൊലമാസിലെ സാധനം. ലാലേട്ടനാണ് ശരിക്കും മാസ്. ലാലേട്ട പവർ. അപ്പൊ ലാലേട്ടനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ബാക്കിയുള്ളവരൊന്നും ഇഷ്ടപ്പെട്ടില്ല. വില്ലനെ ഇഷ്ടപ്പെട്ടു. ടൊവിനോ തോമസ് ഉണ്ടായിരുന്നല്ലോ. ടൊവിനൊക്കെ ബോംബ് പൊട്ടിച്ചെത്തു. കഥ പറയല്ലേ, പാവങ്ങള് കാണാനുള്ള കഥ പറയില്ല. എന്നാ നിങ്ങൾ പോയി കാണും. പകുതി കഥ പറഞ്ഞു തന്നെയാണ്. കഥ ഏകദേശം ഫുള്ളായി. അപ്പൊ ടൊവിനോന്റെ ഒക്കെ അടിപൊളി അഭിനയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും. KGF 3 അത്ര വരും. അല്ല, KGF 2 അത്ര വരുമോ? അതിന്റെ അത്ര ഒന്നും വരില്ല. കണ്ടിട്ടുണ്ടോ KGF?
ഞാൻ ഉണ്ടോ KGF 2 അത്ര വരും. ഒന്നും വരില്ല. KGF 2 അത്ര വരില്ലെന്നാണ് ചക്കരയും അമ്പാടി. മാർക്കോട്ട് എത്ര വരും? മാർക്കിന്റെ അത്ര വരുമോ? അത്ര വരുമോന്നാണോ? ഇല്ല, അത്ര കുറച്ച് വരും വരുമായിരിക്കും. മാർക്കോന്റെ അത്ര ഒന്നും വരില്ല. പിന്നെ മാർക്ക് അവിടെ കിടക്കുന്നു, ഇതവിടെ കിടക്കുന്നു. ഏറ്റവും വലിയ പടമാണ് എമ്പുരാൻ. ശരിയാ, മാർക്ക ചെറിയ പടമാണ്. എനിക്കെന്തോ എമ്പുരാൻ അടിപൊളി സിനിമയാണ്. എമ്പുരാൻ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈറ്റും പിന്നെ ഇൻട്രോ പിന്നെ അതുപോലെ മോർസ് കാണിക്കല്. ഇറ്റ്സ് ഗുഡ് മൂവി. ലാലേട്ടന്റെ വെടിവെപ്പ്. ലാലേട്ടന്റെ വൺ മാൻ ഷോ ആണെങ്കിൽ അടിപൊളി സിനിമയാണ്, സൂപ്പർ സിനിമ. ബാക്കിയുള്ളവരൊന്നും പെൺകഥാപാത്രങ്ങളൊന്നും ഇല്ല. മഞ്ജുവാര് ചെറുതായിട്ടൊന്നും പകുതി ഉറങ്ങുമായിരുന്നു. മഞ്ജുവാര് ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ അമ്പാടിക്ക് പെണ്ണുങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. വിദ്യ പടം അവിടെ ആകെ ശ്രദ്ധിച്ചത് എത്ര പെണ്ണുങ്ങളാണ്. പിന്നെ അത് അതൊന്നും പറഞ്ഞത് എണ്ണം പറഞ്ഞു കൊടുത്ത എത്ര പെണ്ണുങ്ങൾ. പെണ്ണുങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഇംഗ്ലീഷ് നാടി തെറിച്ചു പോയത് മാത്രം. ആദ്യം കേറി ചെന്നു, എന്നിട്ട് തെറിച്ചു വിടും. അമ്പാടിന്റെ നോട്ടം ഇംഗ്ലീഷ് പിന്നെ വെറുതെ പാട്ടാണ് മാസ്. പാട്ട് ഞാൻ അമ്പാടിക്ക് എമ്പുരാനിലെ അത്ര പടം കണ്ടൊരു പാട്ടാണ് ഇഷ്ടപ്പെട്ടത്. പാട്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇംഗ്ലീഷ് അതൊന്നല്ല, ലാലേട്ടന്റെ കേറി വന്നു. ലാലേട്ടന്റെ ഫൈറ്റ് മാസായിരുന്നു. ഫൈറ്റ് എപ്പോഴായിരുന്നു ഫൈറ്റ്? മഞ്ജുവാരെ രസിക്കാൻ പോയ ടൈമില് ഇരുട്ടത്തുള്ള ഫൈറ്റാണ്. അത് കണ്ടില്ല, അത് കണ്ടില്ല. ഫൈറ്റ് എന്ന് വെച്ചാ അതല്ല. അമ്പാടിക്ക് പടത്തിൽ ഇഷ്ടമായത് ഫൈറ്റാണ്. ഫൈറ്റും പിന്നെ ഇംഗ്ലീഷ് നടിയാണ് അമ്പാടിക്ക് ഇഷ്ടം. ഫൈറ്റ് കുഴപ്പമില്ലായിരുന്നു. മമ്മൂട്ടിയോ? പിന്നെ മോഹൻലാലിനാണ് ഇഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്. കഥ അല്ല, ആ പടത്തിൽ എന്താണ് ഇഷ്ടമായെന്നുള്ളതാണ്. മോഹൻലാലിന്റെ എൻട്രിയാണ് ഇഷ്ടപ്പെട്ടത്. എൻട്രിയാണ് എല്ലാവർക്കും ഇഷ്ടമായത്. പടം ഇഷ്ടമായില്ല. പടം ഇഷ്ടായി. എന്ത് ഇഷ്ടായി? ഇവനെന്താ വയ്യേ. അപ്പൊ പടം എൻജോയ് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. 3 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഒരു ഫ്ലൈറ്റും കൂടി മേടിച്ചായിരുന്നു. 3 മണിക്കൂർ പോയതറിഞ്ഞില്ല. 6 മണിക്കൂറുണ്ട്. 6 മണിക്കൂർ അവിടെ തന്നെ. അത് എടാ 3 മണിക്കൂർ 3.5 മണിക്കൂറുള്ള സിനിമ. ഉറങ്ങുമായിരുന്നു 6 മണിക്കൂർ. 2, 3, 4, 5. പോയോ? 5 ഇല്ലായിരുന്നു. എടാ 2 മണിക്ക് പടം എത്രയായാലും ആട്ടെ. ശരിയാ. സംഭവം എങ്ങനെയുണ്ട്? സംഭവം സൂപ്പർ. എമ്പുരാൻ 3 വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ആണ്. ഞാൻ കാണാൻ റെഡിയാണ്. ഞാനും. പൈസ കിട്ടാൻ എന്താ കാണിക്കോ അല്ലെ? കാണിക്കൊന്നുമില്ല. പൈസയൊക്കെ സോ ഗൈസ്, മൊത്തത്തിൽ പടം അടിപൊളിയാണ്. എല്ലാരും പോയി കാണുക. ആവറേജ് മൂവിയാണ്. സോ അമ്പാടിക്ക് ഇഷ്ടമായി. എല്ലാരും വലിയ പ്രതീക്ഷ പോയി കാണരുത്. ഒരു ആവറേജ് പടം. ഇതുവരെ തിയേറ്ററിൽ പോയത് അമ്പാടി നേരെ പോയി. ഞാൻ തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ട്. അമ്പാടി കയറിയപ്പോ പറയും ഇതെന്താ ഫുള്ള് AC ആണ്. അമ്പാടി തിയേറ്ററിൽ അമ്പാടി ഫുള്ള് തിയേറ്ററിൽ കയറി. അതൊന്നല്ല, എന്റെ അപ്പുറത്ത് നിന്ന പുള്ളിയാണ് അച്ചപ്പത്തിന്റെ ഫോട്ടോ എടുക്കുന്നു, ചിപ്സിന്റെ ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് അതൊക്കെ സ്റ്റാറ്റസ് ഇടുക. അതിന്റെ ഒരു പെട്ടിയെ കൊണ്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുക. പുള്ളി എൻജോയ് ചെയ്തിട്ടാ. നിങ്ങൾക്കും അത്ര എൻജോയ് ചെയ്താൽ മതിയോ? കോലുമുട്ടായി ഊമ്പുന്ന ഫോട്ടോ എടുക്കുക. ഇതൊക്കെ തന്നെ. കോലുമുട്ടായി പിന്നെ ചെയ്യാനില്ലല്ലോ. അതിന്റെ സെൽഫി എടുത്ത് സ്റ്റോറി എൻജോയ് ചെയ്തിട്ടാ. നിങ്ങക്ക് മാത്രം എൻജോയ് ചെയ്താൽ മതിയോ? പടം എന്നോട് ചിപ്സ് വേണോ ചോദിച്ചു. ഞാൻ കേട്ടാന്ന് ചിപ്സ് ഒക്കെ അത് ഒരെണ്ണം വേണമെന്ന് ചോദിച്ചാ ഞാൻ പിന്നെ പറഞ്ഞു കേട്ടോ. പിന്നെ ആവുന്നല്ലേ ഇങ്ങനെ വേണമെന്ന് വെച്ചിട്ട് അമ്മ ഇല്ല, പുള്ളി വേണം ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട. നിനക്ക് വേണ്ട മേടിച്ച നമുക്കും കൂടെ. ശരിയാ. ഒരു ചിപ്സ്. അയ്യേ, ഒരു ചിപ്സോ? അല്ലേ ഞാൻ വാങ്ങായിരുന്നേ. ഒരു ചിപ്സ്, ഒരു കവർ ചിപ്സ് ഒക്കെയാണ് അമ്പാടി നോക്കിയത്. ഒരു ചിപ്സ് വന്നിട്ട് ആ നാളെ പറ്റിയ അല്ലേ അമ്പാടി? അമ്പാടി പൈസ ഇറക്കി. പുള്ളി ഇടക്കിടക്ക് ടോർച്ചടിച്ച് അമ്പാടിനെ നോക്കുന്നുണ്ട്. എന്നെ ടോർച്ചടിച്ചു പോയോ? പുള്ളിയൊന്നും കാണില്ല. പുള്ളിയൊന്നും കാണില്ല. അത് എടുക്കല്ലേ ചേട്ടാ? ഞാൻ ഒന്ന് പറഞ്ഞൊന്നുമില്ല ഇവരെ കൊണ്ട്. നിനക്കൊരു ഫിസ് ഉണ്ടായിരുന്നല്ലോ. എന്റെ ഞാൻ കുടിച്ചു. അത് കുടിച്ചു കഴിഞ്ഞിട്ടാണോ? എന്ത് ഞാൻ ചോദിച്ചൊന്നുമില്ല. അമ്പാടിക്ക് ദാഹം അടക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചൊന്നുമില്ലേ. പാവം ചേട്ടാ. അപ്പൊ അടുത്ത പടം കാണാൻ പാടി. പിന്നല്ല പോവല്ലേ. 3 അടുത്ത വർഷം ഇപ്പോഴേ കാണാൻ പറ്റില്ല. സോ ഗൈസ്, അപ്പൊ നമ്മള് പടം കണ്ടിട്ട്
ഒരു ആവറേജ് മൂവിയാണ്. പോവാ കാണാൻ പോരുക. അപ്പോൾ ഫീൽ ഗുഡ് മൂവി അല്ല, ഒരു ടെറർ മൂവിയാണ്. വലിയ ടർറൊന്നുമില്ല. വലിയ ടെററൊന്നും അമ്പാടിക്ക് തോന്നിയില്ല, നമുക്കും തോന്നിയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. വലിയ ടെററായിട്ടൊന്നും അമ്പാടിക്ക് തോന്നിയില്ല, കാരണം ഇതിനും വലിയ ടെറർ കഴിഞ്ഞാണ് അമ്പാടി. അപ്പൊ ആ വിഷയം മാർക്കൊക്കെ അത്ര ഒന്നും നീ മാർക്ക് ഉണ്ടോ? ഇല്ലല്ലോ. മാർക്ക് കണ്ടു എപ്പൊ കണ്ടു? കഥ പറഞ്ഞു കണ്ടിട്ടോ ഞാൻ കാണുമ്പോ. അപ്പൊ അമ്പാടി കണ്ടിട്ടില്ല. എന്നിട്ടാ എല്ലാരും പറഞ്ഞറിയാലോ. അമ്പാടി അപ്പൊ മാർക്ക് ഇനി കാണുന്നായിരിക്കും, എന്നിട്ട് അതിന്റെ റിവ്യൂ അമ്പാടി പറയുന്നത്. പിന്നെ കാണാത്ത പടത്തിനാണോ ഇത്ര നേരം പറയുന്നത്? മാർക്കോന്റെ അത്ര ഇല്ല, മാർക്കോന്റെ അത്ര ഇത് കണ്ടോ അതിട്ടില്ലതായിട്ട്. സോ അമ്പുരാന് വാക്കുകളില്ല, എമ്പുരാനല്ല അമ്പാടിക്ക് വാക്കുകളില്ല. അപ്പൊ എമ്പുരാൻ എല്ലാരും പോയി കാണാം. സോ ഗൈസ് എല്ലാരും എക്സ്പ്ലോർ ചെയ്യാം. സോ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക അല്ലേ?